ഞാൻ എന്റെ പ്രാണനെ പോലെ സ്നേഹിച്ച അവിടെ മലയങ്കീഴുള്ള ഒരു പാറക്കൊറിയിലാ കിടന്നത്. എന്റെ സുന്ദരനായിട്ടുള്ള അഭിയായിരുന്നില്ല. അതുവരെ ഞാൻ ജീവിച്ച ഒരു ലോകമായിരുന്നില്ല. പിന്നെ എനിക്ക് എന്തിനു സപ്പോർട്ടാ? ഒന്നിന് നോ പറയാൻ നിൽക്കത്തില്ല. ഞാൻ ഗസ്റ്റായിട്ട് ഞങ്ങൾ ഇത്ര കഷ്ടപ്പാടായിട്ട് പോലും ഞാൻ ഈ PSC ക്ലാസ്സിന് പഠിക്കാൻ പോയപ്പോ എന്റെ അടുത്ത് പറഞ്ഞെന്ന് വെച്ചാൽ, നിന്റെ ആഗ്രഹം എന്താണോ, നിനക്കൊരു ഗവൺമെന്റ് ജോലി വാങ്ങാനാണ് ആഗ്രഹമെങ്കിൽ നീ പൊക്കോ, നീ പോയി വാങ്ങിച്ചിട്ട് വാ എന്നാ പറഞ്ഞ. അതുവരെ കഷ്ടപ്പാടൊക്കെ ഉണ്ടാവും. ഇനി ഞങ്ങൾ വീട് വെച്ചു. ഞാൻ എന്റെ മോളെ സേഫ് ആക്കണം. അവള് നാളൊരു കാലത്ത് എന്റെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ ഇങ്ങനെയൊക്കെ വളർത്തുമായിരുന്നു എന്ന് പറയരുത്. എന്ത് കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ ഞാൻ അവളെ വളർത്തും. ഞാൻ എങ്ങനെയെങ്കിലും നിൽക്കുന്നു ഇവിടെ. ഇതിനു പോലും പറ്റാണ്ട് എന്താ പറയാ, ഒരു വീട്ടിന്റെ ചുമരില് കിടക്കുന്ന എന്നെ പോലെ കുറെ വിധവകളുണ്ട് ഈ സമൂഹത്തിൽ. അപ്പൊ അവര് എന്നെ കണ്ടിട്ട് ഒരാൾക്ക് മോട്ടിവേഷൻ ഉണ്ടായാൽ അതല്ലേ എന്റെ സക്സസ്. നമ്മള് ജീവനോട് ഇരിക്കുന്ന കാലം വരെ ആ വേദന ഞങ്ങളിൽ ഉണ്ടാവും. അത് ഞങ്ങൾ അവരെ കിട്ടിയ താലിയും കൊണ്ട് ഞങ്ങൾ ജീവിക്കണേ. അതിന് ഞങ്ങളുടെ മരണം വരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചവരാണോ, ഉറപ്പായിട്ടും ഉണ്ടാവും, കൂടെ തന്നെ ഉണ്ടാവും. ഈ പ്രണയം സത്യമാണ്.